Good morning to all. Last class we discount problem discuss. Next problem. The bill below shows cloth brought from a khadi outlet. What is the total amount to be paid? Khadi cloth table cotton dress 30% rebate, polyester 20%, silk 20% rebate. Cotton 30% കുറവുണ്ട്, പോളിസ്റ്ററിന് 20% കുറവുണ്ട്, സിൽക്കിന് 20% കുറവുണ്ട്. ഓക്കെ, അങ്ങനെ അവിടെ ഒരാളുടെ ബില്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ അയാൾ 4 ഐറ്റം വാങ്ങിച്ചു. കോട്ടൺ ധോത്തി ഒരെണ്ണം വാങ്ങിച്ചു, കോട്ടൺ ഷർട്ട് ഒരെണ്ണം വാങ്ങിച്ചു, പോളിസ്റ്റർ ഷർട്ട് ഒരെണ്ണം വാങ്ങിച്ചു, സിൽക്ക് സാരി ഒരെണ്ണം വാങ്ങിച്ചു. ഓരോന്നിൻ്റെയും മാർക്കറ്റ് പ്രൈസും ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിൽ ഓരോ ഐറ്റത്തിനും നോക്കുക, മുകളിലത്തെ ടേബിൾ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് കുറവുണ്ടെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെയും ആക്ച്വൽ ബില്ല് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം, നമുക്ക് ഈ ബില്ല് ഇങ്ങനെയാണ്. ഇതാണ് ബില്ല് തന്നിരിക്കുന്നത്. കോട്ടൺ ധോത്തി 1, അതിന്റെ മാർക്കറ്റ് പ്രൈസ് 350. കോട്ടൺ ഷർട്ട് 1, മാർക്കറ്റ് പ്രൈസ് 550. പോളിസ്റ്റർ ഷർട്ട് 450. സിൽക്ക് സാരി 1500. ഇനി നോക്കുക, കോട്ടൺ ക്ലോത്തിനൊക്കെ എന്താണ് 30% റിബേറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതാണ് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ ആക്ച്വലി ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട എത്രയായിരിക്കും? എത്രയായിരുന്നു റിബേറ്റ് ഉണ്ടായിരുന്നത്? 30% റിബേറ്റ്. അതായത് 30% കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ 30% കുറച്ച് കൊടുത്താൽ ആക്ച്വൽ വാല്യൂയുടെ എത്ര പെർസെന്റേജിന് കൊടുത്താൽ മതി? 30% കുറയ്ക്കാന്ന് വെച്ചാൽ ആക്ച്വലിന്റെ 70% പിന്നെ പേ ചെയ്താൽ, അതായത് 70% ഓഫ് മാർക്കറ്റ് പ്രൈസ്. ശരിയല്ലേ? മാർക്കറ്റ് പ്രൈസിന്റെ 70%. മാർക്കറ്റ് പ്രൈസിന്റെ 70% എന്താ? 70/100 into മാർക്കറ്റ് പ്രൈസ് എത്രയാ? 350. ഓക്കെ, സെക്കൻഡ് കേസിലാവുമ്പോൾ വരും, അവിടെയും ക്ലോത്ത് ഇനി എത്രയാണ് കണ്ടുപിടിക്കാം. 70/100 into 350 എത്ര വരും? 7 into 35 which is equal to എന്ത് വന്നു? 245. അതായത് 245 വന്നു. ഓക്കെ, സെക്കൻഡ് കേസിലോ കോട്ടൺ ഷർട്ട് ആയിരുന്നു. അവിടെ എന്താണ്? അവിടെയും കോട്ടൺ ക്ലോത്തിലെല്ലാം എന്താണ് 30% റിബേറ്റ് ഉണ്ട്. അപ്പൊ അവിടെയും 70% കൊടുത്താൽ 70% ഓഫ് 550 ആണ് പേ ചെയ്താൽ മതി. ഓക്കെ, അതായത് 70/100 into 550. നോക്കുക, ഇവിടെ എന്തോന്നു 55 into 7, അതെന്ത് വരും? 385. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 385 വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പ്രൈസ് എത്ര കൊടുത്താൽ മതി? 385 rupees കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് വൺ, അവിടെ പോളിസ്റ്റർ ഷർട്ട്, പോളിസ്റ്ററിന് എന്ത് മാത്രമുണ്ട്? 20% റിഡക്ഷൻ ഉണ്ട്. അപ്പൊ എന്താ പറയാം, ടോട്ടലിന്റെ ഇപ്പൊ എന്താണ് 450 ആണ് ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ്. അതിന്റെ 20% കുറയ്ക്കാന്ന് പറഞ്ഞാൽ അതിന്റെ 80% പിന്നെ പേ ചെയ്യണം. അതായത് 80% ഓഫ് 450 പേ ചെയ്താൽ മതി. അതായത് എന്ത് പറയാം, 80/100 into 450. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 8 into 45 എത്ര വരും? 360. Then last one, silk saree. സിൽക്കിന് എത്രയാണ്? 20% ആണ്. അപ്പൊ 80% ഓഫ് ടോട്ടൽ എത്രയാ? 1500 ചെയ്താൽ, അതായത് 80/8 ടോട്ടലിൽ 80% ചെയ്താൽ മതി. അപ്പൊ 80% ഓഫ് 1500 എന്ത് പറയാം? 80/100 into 1500. അപ്പൊ എന്ത് വന്നു? 15 into 80. 15 into 80 എത്ര വരും? 1200. അതായത് സിൽക്കിന് എത്ര കൊടുത്താൽ? സിൽക്ക് സാരിക്ക് 1200 കൊടുത്താൽ. പിന്നെ നോക്കൂ, ഇനി ഈ 4 ഐറ്റം കൂടെ ടോട്ടൽ ചെയ്യുക. 245 പ്ലസ് 385 പ്ലസ് 360 പ്ലസ് 1200 ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 2190 rupees. അപ്പൊ നോക്കുക, അയാളുടെ ടോട്ടൽ ബില്ല് എത്രയാണ്? 2190. Next question, a trader buys an electric fan for rupees 2500. He raises the price by 40% and then offers 15% discount. At what price does he sell it? അതായത് ഒരു കച്ചവടക്കാരൻ 2500 രൂപയ്ക്ക് ഒരു ഫാൻ വാങ്ങിച്ചു. അതിനുശേഷം അതിന്റെ പ്രൈസ് 40% ഉയർത്തി മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വെച്ചു. അതിനുശേഷം 15% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ അയാൾ എത്ര രൂപയ്ക്കാണ് ആ ഫാൻ വിൽക്കുന്നത്? നോക്കുക, അതായത് 2500 രൂപ കൊടുത്താണ് ഫാൻ വാങ്ങിച്ചത്. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് ഫാൻ, കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 2500. ഇനി അയാൾ എന്ത് ചെയ്തു? അതിനെ 40% ഉയർന്ന വിലയാണ് അതിൽ എഴുതിയിരുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് മീൻസ് അതിന്റെ പുറത്ത് ഓരോ സാധനത്തിന്റെയും പുറത്ത് എഴുതി വെക്കുന്ന വില.
മാർക്കറ്റ് പ്രൈസ് എത്ര അത് 40% ഉയർത്തി വെച്ചത്, അതായത് 140%. ടോട്ടലിന്റെ വീണ്ടും 40% കൂട്ടുന്നത് 140% ഓഫ് ടോട്ടൽ, അതായത് 140% ഓഫ് 2500, അതായത് 140/100 into 2500. ഓക്കെ, എത്ര വന്നു? 140 into 25 എത്ര വരും? 3500 rupees. 3500 rupees ആണ് അവിടെ ആക്ച്വലി മാർക്കറ്റ് പ്രൈസിൽ എഴുതി വെച്ചിരുന്നത്. ഇനി എന്നിട്ട് അവിടുത്തെ എന്താ ചെയ്തത്? എന്നിട്ട് 15% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. അതായത് സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിന്റെയും 15% കുറവാണ്. അതല്ലേ പറഞ്ഞത്? അതായത് 85%, 15% കുറയ്ക്കുക, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 15% കുറയ്ക്കാന്ന് പറഞ്ഞാൽ 85% ഓഫ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിന്റെ 85% ആണ് സെല്ലിംഗ് പ്രൈസ് ആക്കി വെച്ചത്. അപ്പൊ എത്രയാണ്? 85/100 into 3500. അവിടെ എന്ത് വന്നു? 85 into 35 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 2975. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2975. അതായത് അയാള് ആ ഫാൻ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 2975. ഒന്നുകൂടെ പറയാം, 2500 രൂപ കൊടുത്തൊരു ഫാൻ വാങ്ങിച്ചു. അതിനുശേഷം അതിന്റെ വില 40% ഇൻക്രീസ് ചെയ്ത് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വെച്ചു. അതായത് 140% ഓഫ് 2500. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3500 വരും. അതിനുശേഷം അതിന്റെ 15% ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് അതിന്റെ 85% പിന്നെ അയാൾ വാങ്ങിക്കുന്നുള്ളൂ. അതായത് 85% ഓഫ് മാർക്കറ്റ് പ്രൈസിന്റെ 85%. It is equal to 85% of 3500. അത് എത്രയാണ്? 2975. ഓക്കെ, നെക്സ്റ്റ് വൺ. A gas stove is bought for rupees 3600. What should be the price marked on it if 20% profit is to be got after 10% discount? നോക്കുക, അതായത് ഒരാള് 3600 രൂപ കൊടുത്തൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചു. അതിനുശേഷം അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടണം. എത്ര? 10% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ ആ സ്റ്റവിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയായിട്ട് വെക്കേണ്ടി വരും? ഓക്കെ, അതായത് ആക്ച്വലി അയാൾക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 20% പ്രോഫിറ്റ് കിട്ടണം. ഇനി അയാൾക്ക് 10% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം 20% പ്രോഫിറ്റ് കിട്ടണം. അതാണ് അതിന്റെ മീനിങ്. ഇപ്പൊ നോക്കുക, അയാൾ വാങ്ങിച്ച വില എത്രയാണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റവ് എത്രയാണ്? 3600. ഓക്കെ, ഇനി അയാൾക്ക് എന്താണ് വേണ്ടത്? 20% പ്രോഫിറ്റ് വേണം. അതായത് സെല്ലിംഗ് പ്രൈസ് ഇതിനേക്കാളും 20% പ്രോഫിറ്റ് ആയിരിക്കണം. അതായത് 120% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം. എന്നാലേ അയാൾക്ക് എന്ത് കിട്ടുള്ളൂ? 20% ലാഭം കിട്ടുള്ളൂ. നോക്കുക, ഇയാൾക്ക് എന്താണ് ഇവിടെ എത്ര? കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത് എന്താ? മാർക്കറ്റ് പ്രൈസിന്റെ 15% കുറച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തു. ഇവിടെ എന്താ പറയുന്നത്? അയാൾക്ക് 20% ലാഭം വേണം. അപ്പൊ 20% ലാഭം വേണമെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് പ്രൈസിനേക്കാളും 20% കൂട്ടി വേണം വിൽക്കാൻ. അത് എന്ത് വരും? 120% ഓഫ് 3600. ശരിയല്ലേ? അപ്പൊ എന്താ പറയാം? 120/100 into 3600. ഓക്കെ, ഇപ്പൊ എന്ത് വന്നു? 120 into 36 4320. ഓക്കെ, അപ്പൊ എന്താണ് സെല്ലിംഗ് പ്രൈസ്? ആക്ച്വലി എത്രയാണ്? 4320. ഓക്കെ, കോസ്റ്റ് പ്രൈസ് അറിയാം, സെല്ലിംഗ് പ്രൈസ് അറിയാം. ഇനി നോക്കുക, പക്ഷെ അയാൾ എന്താണ് കൊടുത്തിരുന്നേ? അയാള് പറഞ്ഞിരുന്നത് എന്താ? 15% അല്ല 10% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അയാൾക്ക് 20% ലാഭം വേണം. അതായത് ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 10% മാർക്കറ്റ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കണം എന്ത്? സെല്ലിംഗ് പ്രൈസ്. ശരിയല്ലേ? അപ്പൊ എന്ത് പറയാം? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസിനെ എടുക്കുമ്പോൾ എത്ര വരണം? മാർക്കറ്റ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 90% ഓഫ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. ശരിയല്ലേ? അതായത് 90% ഓഫ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. അതല്ല അതിന്റെ മീനിങ്. അയാള് മാർക്കറ്റ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ട് കൊടുത്തപ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ശരിയല്ലേ? അത് വെച്ചുകൊണ്ട് എന്ത് പറയാം? 90% ഓഫ് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ 90/100 into മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. നമുക്കറിയാം 4320. ഇതാണ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 4320 into
100/90. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4800. അതായത് അയാൾ ആ സ്റ്റൗവിന്റെ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് 4800 ആണ്. അതായത് 4800ന്റെ 10% ഡിസ്കൗണ്ട്. 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 480 വരും. അപ്പൊ എത്ര വരും? സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിന്റെ 90% ആണ്. അപ്പൊ 4320 കിട്ടും. പക്ഷെ ആക്ച്വലി അയാൾക്ക് എത്ര ചെലവായുള്ളൂ? 3600. അപ്പൊ നോക്കുക, അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? അയാൾക്ക് 20% ലാഭവും കിട്ടും. എന്തൊരു മാർക്കറ്റ് പ്രൈസ് 4800, അതിൽ നിന്ന് 10% ഡിസ്കൗണ്ടും വരും. ഓക്കെ, ഇവിടെ പറയാം, ഒരാള് 3600 എടുത്ത് ഒരു സ്റ്റൗ വാങ്ങിച്ചു. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അയാൾക്ക് അത് വിൽക്കുമ്പോൾ 20% ലാഭം കിട്ടണം. അങ്ങനെയെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കണം? ഇതിന്റെ ഇവിടെ 120% കൂടുതലായിരിക്കണം. ഓക്കെ, രണ്ടാമത് തന്നിട്ടുണ്ടായിരുന്നു അയാള് അതിൽ കൊടുക്കുന്ന മാർക്കറ്റ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ, ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കണം എന്ത്? ഈ സെല്ലിംഗ് പ്രൈസ്. ശരിയല്ല, അയാള് മാർക്കറ്റ് അതിൽ എഴുതി വെച്ചിരിക്കുന്ന വിലയുടെ 10% കുറച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കണം എന്ത്? അയാൾ വിൽക്കുന്ന വില. അതാണ് 90% ഓഫ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്ന് കൊടുത്തത്. അതായത് 90/100 മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചായിരുന്നു? 4320. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 4800. അതായത് അയാൾ അതിന് വിൽക്കുന്ന വില, അല്ല അയാൾ അതിൽ എഴുതി വെക്കുന്ന വില, ആ സ്റ്റൗവിന്റെ പുറത്ത് ഇത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന വിലയാണ് 4800. നെക്സ്റ്റ് വൺ, a shop offers an electric iron free with a fridge. They sell the fridge for ₹9,000 and the iron for ₹1,000. If 20% profit is to be got on this deal, what should be marked as the regular price of the fridge? നോക്കുക, ഒരാൾക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഒരു അയൺ ഫ്രീ കൊടുക്കും എന്നൊരു കണ്ടീഷൻ വെച്ചു, ഓഫർ കൊടുത്തു. പക്ഷെ ആ ഫ്രിഡ്ജിന് അയാൾ 9,000 rupees ആ അയൺ അയാൾ 10,000 rupees പ്രോഫിറ്റ്, അല്ല അയാൾ കോസ്റ്റ് പ്രൈസ് ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഈ ഡീല് കൊണ്ട് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ ഫ്രിഡ്ജിന് അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണം? നോക്കുക, അതായത് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഒരു അയൺ ഫ്രീ കൊടുക്കുന്നുള്ള ഓഫർ വെച്ചു. പക്ഷെ ഫ്രിഡ്ജിന് 9,000 രൂപയും അയണിന് 1000 രൂപയും ആക്ച്വൽ വിലയുള്ളതാണ്. പക്ഷെ ഈ ഡീല് കൊണ്ട് അയാൾക്ക് 20% ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് ഈ ഫ്രിഡ്ജ് വിൽക്കണം? നോക്കുക, അപ്പൊ നമുക്ക് എന്താ പറയാം? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഫ്രിഡ്ജ് ആൻഡ് അയൺ. നോക്കുക, ടോട്ടൽ പ്രൈസ് ഓഫ് ഫ്രിഡ്ജ് ആൻഡ് അയൺ എത്രയാണ്? 9,000 plus 1,000, 10,000. അതന്നെ 10,000. ഫ്രിഡ്ജിനും അയണിനും ടോട്ടൽ എത്രയാവും? 10,000 rupees ആവും. ഇനി അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കണം? ഫ്രിഡ്ജ് വിൽക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടണം? ഇതിനകത്ത് 20% കൂടുതൽ കിട്ടണം. അതായത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫ്രിഡ്ജ് അയാൾക്ക് ചെലവാകുന്നതാണ് എന്താ? 10,000. അതിനേക്കാൾ 20% കൂടുതലായിരിക്കണം. 120% ഓഫ് 10,000. അതായത് 120/100 into 10,000 എത്ര വന്നു? 12,000. അതായത് ആ ഫ്രിഡ്ജിന്റെ വില എത്രയായിരിക്കണം? 12,000. നോക്കുക, നെക്സ്റ്റ് സെക്ഷൻ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പലിശ. നമ്മൾ ബാങ്കിങ് സെക്ടറായിട്ട് കേൾക്കുന്ന സാധാരണ നമ്മൾ ബാങ്കിൽ എന്ത് പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു വർഷത്തിന് ശേഷം നമ്മൾ പിൻവലിക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടും, അഡീഷണൽ ആയിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ നിന്ന് കുറച്ച് രൂപ ലോൺ എടുത്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചടയ്ക്കുമ്പോൾ ആ ലോൺ എടുത്ത എമൗണ്ടിനേക്കാളും കുറച്ച് അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടി വരും. അതിനെയാണ് ഇൻട്രസ്റ്റ് എന്നത്. അതായത് ദ മണി റിസീവ്ഡ് ഇൻ അഡീഷൻ ടു ദ ഡെപ്പോസിറ്റ് ഓർ ദ മണി പെയ്ഡ് ഇൻ അഡീഷൻ ടു ദ ലോൺ ഈസ് ഇൻട്രസ്റ്റ്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ടും അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് അങ്ങോട്ട് അടയ്ക്കേണ്ട എമൗണ്ട്, ആ ഒരു എമൗണ്ടിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ രണ്ട് ബാങ്കിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക് ടേം ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് അപ് ടു 11% ഫോർ 45 days 6%. ഇനി അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് ഗോൾഡ് ലോൺ 9%, അഗ്രികൾച്ചറൽ ലോൺ 4%. നോക്കുക, അവിടെയൊക്കെ പെർസെന്റേജ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കേസിൽ എന്താണ്? കോപ്പറേറ്റീവ് ബാങ്ക് ടേം ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് അപ് ടു 11%. 11% വരെ എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ 45 ഡേയ്സിന് 6% ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. രണ്ടാമത് എന്താ പറയുന്നത്? അട്രാക്റ്റീവ് ഗോൾഡ് ലോണിന് 9% ആണ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോണിന് 4% ആണ് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. നോക്കുക, ഈ ടൈം വെച്ചുകൊണ്ട് അമൽ ഡെപ്പോസിറ്റഡ് 15,000 rupees ഇൻ എ ബാങ്ക് ആഫ്റ്റർ
ആഫ്റ്റർ 1 year he got 16,500 rupees back. നോക്കുക, ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. അമല് 15,000 rupees ഡെപ്പോസിറ്റ് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 16,500 rupees തിരിച്ചു കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപ കൂടുതൽ കിട്ടി? 1,500 rupees അഡീഷണൽ ആയിട്ട് കിട്ടി. ഇങ്ങനെ ഈ കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. തോമസ് took out 50,000 rupees as loan from a bank. After 1 year he had to pay back 52,000 rupees. നോക്കുക, തോമസ് ഒരു ബാങ്കിൽ നിന്ന് 50,000 rupees ലോൺ എടുത്തു, ഒരു വർഷത്തിന് ശേഷം 52,000 തിരിച്ചടക്കേണ്ടി വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ഇവിടെ? 2,000 rupees ആണ് ഇൻട്രസ്റ്റ്, ശരിയല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് പെർസെന്റ് ഓഫ് ലോൺ എമൗണ്ട് ഈസ് ദിസ്? ഇതെന്ന് പറയുന്നത് എടുത്ത ലോൺ എമൗണ്ടിന്റെ എത്ര പെർസെന്റേജ് ആണ്? അത് കണ്ടുപിടിക്കാണ്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ അധികമായിട്ട് വന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ ലോൺ എമൗണ്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 4%. നോക്കുക, അപ്പൊ for 1 year he paid back 4% more than the loan. ലോണിനേക്കാളും 4% കൂടുതൽ അടച്ചു. ഇങ്ങനെ ഈ അടയ്ക്കുന്ന എത്ര ശതമാനം എന്ന് പറയുന്നതിനാണ് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷം നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ഇങ്ങോട്ട് കിട്ടുന്നതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എത്ര ശതമാനമാണ് എന്ന്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ആണെങ്കിൽ അതിന്റെ എത്ര ശതമാനമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർഷം കൊണ്ട് കിട്ടുന്നത്, ആ ഒരു പെർസെൻറ്റേജിനാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ലോൺ എമൗണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടി വന്നത്, ആ പെർസെൻറ്റേജ് ആണ് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നോക്കുക, നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. If 1,500 rupees is the interest got in 1 year for a deposit of 15,000 rupees, then rate of interest is, അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എത്രയാണ്? 1,500 divided by 15,000 into 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10%. അതായത് 15,000 രൂപയ്ക്ക് 1,500 രൂപ അധികമായിട്ട് അടയ്ക്കേണ്ടി വന്നെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ആണ്? ഒരു വർഷം കൊണ്ട് 15,000 രൂപയ്ക്ക് 1,500 രൂപ അധികമായിട്ട് അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ 1,500 ഡിവൈഡ് ബൈ 15,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 10%. അതായത് ലോൺ എമൗണ്ടിന്റെ 10% ആണ് അധികമായിട്ട് അടയ്ക്കേണ്ടത്. ഇതിനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നോക്കുക, നെക്സ്റ്റ് ഒരു രണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തേക്കാണ്. നന്ദിനി ബാങ്ക് 1.5 rupees interest a month for 100 rupees. KS Bank 3 rupees interest every 4 months for 50 rupees. നോക്കുക, ഒന്നാമത്തെ ബാങ്കില് 100 രൂപയ്ക്ക് ഒരു മാസം 1.5 രൂപ ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ ബാങ്കില് 50 രൂപയ്ക്ക് 4 മാസത്തേക്ക് 3 രൂപ ഇൻട്രസ്റ്റ്. ഇതാണ് തന്നിരുന്നത്. നോക്കുക, അങ്ങനെയെങ്കിൽ which bank gives more interest? ഏത് ബാങ്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുക? നോക്കാം, നമുക്ക് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് നന്ദിനി ബാങ്ക്. നന്ദിനി ബാങ്ക് നോക്കുമ്പോൾ എന്താ? 1 month interest for 100 rupees is 1.5 rupees. ശരിയല്ലേ? ഒരു മാസം 100 രൂപയ്ക്ക് 1.5 രൂപ കിട്ടും. അങ്ങനെയെങ്കിൽ 1 years interest for 100 rupees, ഒരു മാസം 1.5 രൂപ കിട്ടുമെങ്കിൽ ഒരു വർഷം എത്ര കിട്ടും? 12 into 1.5 18 rupees. ശരിയല്ലേ? 100 രൂപയ്ക്ക് ഒരു വർഷം 18 rupees കിട്ടും. അതായത് എന്ത് പറയാം, നമുക്ക് 18 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 അധികമായിട്ട് കിട്ടുന്ന 18 അല്ലേ? അപ്പൊ 18 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 അതായത് എന്താണ്? സോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 18%. ശരിയല്ലേ? അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് എന്താണ്? 18% അല്ലേ? 18 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരുന്നത്? 18 ഡിവൈഡഡ് ബൈ 100. 100 രൂപയ്ക്ക് 18 രൂപ അധികമായിട്ട് കിട്ടും. വിച്ച് ഈസ് ഇൻറ്റു 100. ഇത് നോക്കുമ്പോഴാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 18%. നോക്കുക, രണ്ടാമത്തേത്. What about KS Bank? 4 months interest for 50 rupees is 3 rupees. ശരിയല്ലേ? 4 മാസത്തേക്ക് 50 രൂപയ്ക്ക് 3 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ 4 months interest for 100 rupees is എത്ര വരാം? 50 രൂപയ്ക്കാണ് 3 രൂപ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്കോ അതിന്റെ ഇരട്ടി കിട്ടും. 50 രൂപയ്ക്ക് 3 രൂപ കിട്ടുമെങ്കിൽ 100 രൂപയ്ക്ക് എത്ര കിട്ടും? 6 രൂപ കിട്ടും. 3 into 6 rupees. അങ്ങനെയെങ്കിൽ നോക്കുക, എത്ര 4 മാസം ചേരുന്നതാണ് ഒരു വർഷം ആവുന്നത്? 3-4 മാസം. അതായത് 1 years interest for 100 rupees. അതാണ് ഒരു 4 മാസത്തേക്ക് 100 രൂപയ്ക്ക് എത്ര രൂപ കിട്ടും? 6 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 100 രൂപയ്ക്ക് എത്ര കിട്ടും? 4 into 3 6 into 3 4 into 3 ആണ് 12. അതായത് 12 month. അങ്ങനെയെങ്കിൽ 6 into 3 18 rupees. 100 രൂപയ്ക്ക് എത്ര കിട്ടും? 18 rupees. So in this bank also the rate of interest is 18%. ഇവിടെ എന്ത് തന്നെയാണ്? 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര കിട്ടുന്നത്? 18 rupees ആണ്. അത് ഇൻറ്റു അപ്പൊ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ഡിവൈഡ് ബൈ എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്ക്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18%. അപ്പൊ രണ്ട് ബാങ്കുകളും കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 18%.
നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഈച്ച് കേസ്. ഓക്കെ, ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഓരോ കേസിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നാമത്തെ ₹500 റുപ്പീസിന് ഒരു വർഷത്തേക്ക് 30 റുപ്പീസ് കിട്ടും, അങ്ങനെയെങ്കിൽ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? രണ്ടാമത്തെ കേസ് 1000 രൂപയ്ക്ക് 4 മാസം 40 റുപ്പീസ് കിട്ടും, അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? മൂന്നാമത്തെ കേസ് 200 രൂപയ്ക്ക് 2 മാസത്തേക്ക് 2 രൂപ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും, അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? ലാസ്റ്റ് വൺ, തേർഡ് വൺ, നെക്സ്റ്റ് വൺ, 2 രൂപയ്ക്ക് ഒരു മാസം 3 പൈസ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും, അങ്ങനെയെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? നെക്സ്റ്റ് വൺ, 5000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് 1200 രൂപ കിട്ടും, അങ്ങനെയെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? ഓക്കെ, ഓരോ കേസിലും നോക്കുക. 500 രൂപയ്ക്ക് ഒരു വർഷം 30 രൂപ കിട്ടും. നോക്കുക, നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വർഷത്തേക്കുള്ളതാണ് നോക്കുന്നത്. ഒരു വർഷം എത്ര രൂപ കിട്ടും, എന്നിട്ട് അതേ ഡിവൈഡഡ് ബൈ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ്, അത് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, 500 രൂപയ്ക്ക് ഒരു വർഷം 30 രൂപ, അതായത് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ ആ എമൗണ്ട് എത്ര രൂപയാണോ ഒരു വർഷം അടയ്ക്കുന്നത് ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് വന്നു? 6%. ശരിയല്ലേ? 30 divided by 500 into 100 which is equal to 6%. സെക്കൻഡ് കേസ് 1000 രൂപ 4 മാസത്തേക്ക് 40 രൂപ കിട്ടി, അങ്ങനെ ഒരു വർഷത്തേക്ക് എത്ര കിട്ടും? 120 റുപ്പീസ് കിട്ടും, ശരിയല്ലേ? 4 മാസം 40 രൂപ കിട്ടിയാൽ ഒരു വർഷം എത്ര കിട്ടും? 4 മാസം തരുന്ന ഒരു വർഷം വന്നേ 4 മാസം, അപ്പൊ 3 into 40 120 റുപ്പീസ് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? ഒരു വർഷം 120 രൂപ ഇൻട്രസ്റ്റ് കിട്ടും, അങ്ങനെയെങ്കിൽ എന്ത് പറയാം? 120 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 12%. അതായത് സെക്കൻഡ് കേസ് 12% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ, 200 രൂപയ്ക്ക് 2 മാസം 2 രൂപ കിട്ടും. എത്ര 2 മാസം ചേരുന്നതാണ് ഒരു വർഷം വന്നേ? 6. അപ്പൊ എന്ത് കിട്ടും? 200 രൂപയ്ക്ക് 12 രൂപ കിട്ടും. അപ്പൊ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? ഒരു വർഷം 12 രൂപ കിട്ടും. 12 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. ഓക്കെ, ഇത് എത്ര വരും? ഇതും 6%, ശരിയല്ലേ? 12 divided by 200 into 100, 100 2 0, 200 0 ക്യാൻസൽ ചെയ്തു. 12 divided by 2 6%. നെക്സ്റ്റ് വൺ നോക്കുക, 2 രൂപയ്ക്ക് ഒരു മാസം 3 പൈസ കിട്ടും, അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ഒരെണ്ണം റുപ്പീസിലും ഒരെണ്ണം പൈസയിലുമാണ്, അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടും ഒരേ കേസസിലോട്ട് മാറ്റുക. ഒന്നെങ്കിൽ റുപ്പീസിനെ പൈസയിലോട്ട് മാറ്റുക, അല്ല പൈസ റുപ്പീസിലോട്ട് മാറ്റുക. നമ്മൾ ഈ റുപ്പീസിനെ പൈസയിലോട്ട് മാറ്റുക. അതായത് 2 രൂപയ്ക്ക് എന്നുള്ളത് എത്രയാകും? 2 രൂപയ്ക്ക് ഒരു മാസം എത്ര കിട്ടും? 3 പൈസ കിട്ടും. അങ്ങനെയെങ്കിൽ 2 രൂപയ്ക്ക് ഒരു വർഷം എത്ര പൈസ കിട്ടും? 12 പൈസ കിട്ടും. 2 രൂപയ്ക്ക് ഒരു വർഷം 12 പൈസ കിട്ടും. ഇനിയെങ്കിൽ 2 രൂപ എന്നുള്ളത് നമ്മൾ 200 രൂപയിലോട്ട് കൊണ്ടുപോകാം. അതായത് 2ന്റെ 100 ടൈംസ്. അപ്പൊ എത്ര വരും? പൈസയുടെ 100 ടൈംസ് എടുക്കുമ്പോൾ എന്ത് വരും? അതായത് 3 പൈസ പെർ മന്ത് എന്നാവുന്ന എണ്ണം. അതായത് 2 രൂപയ്ക്ക് ഒരു മാസം 3 പൈസ, അങ്ങനെയെങ്കിൽ ഒരു വർഷം എത്രയാവും? 12 into 3 36 പൈസ പെർ ഇയർ. എത്ര രൂപയ്ക്കാ? ഫോർ 2 റുപ്പീസ്. 2 രൂപയ്ക്കാ. ഓക്കെ, ഇങ്ങനെയെങ്കിൽ ഞാൻ ഈ 2 റുപ്പീസ് എന്നുള്ളത് ഒരു 200 റുപ്പീസ് ആക്കുമ്പോൾ അതിന്റെ 100 ടൈംസ് എടുക്കും. അപ്പൊ ഇവിടെ എന്തെടുക്കണം? 100 ടൈംസ് എടുക്കുമ്പോൾ 3600 വരും. 3600 പൈസ ഫോർ ഇയർ എത്ര രൂപയാണ്? 200 റുപ്പീസ്, ശരിയല്ലേ? 200 രൂപയ്ക്ക് ഒരു വർഷം 3600 പൈസ. അതായത് 3600 പൈസ എത്രയാണ്? 36 രൂപ, ശരിയല്ലേ? അതായത് 36 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 ഇപ്പൊ എത്ര വന്നു? 18%. നോക്കുക, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന അതേപോലെ ഫോളോ ചെയ്യുക. ഈ രണ്ടിനെയും പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യുക. 200 പൈസ അതാക്കി മാറ്റി. ഇൻട്രസ്റ്റ് എത്രയാണ്? 3 പൈസ. ഒരു വർഷം ആകുമ്പോൾ എത്രയാവും? 36 പൈസ. അപ്പം 36 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100. അവിടെ എന്ത് തന്നെ വന്നു? 36 by 2 18%. അങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഈ 2 രൂപ എന്നുള്ളതിനെ ഞാൻ പൈസയിലോട്ട് മാറ്റി. 2 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 പൈസ. അപ്പൊ ടോട്ടൽ എന്ത് വന്നു? രണ്ടും പൈസയിൽ വന്നു. അപ്പൊ 36 by 200 ഇൻറ്റു 100 തന്നെ വന്നു. അപ്പൊ ഇങ്ങനെയും കിട്ടും. അല്ലെങ്കിൽ ഈ പൈസേനെ ഞാൻ 200 റുപ്പീസിലോട്ട് മാറ്റി, പൈസേനെ റുപ്പീസിലോട്ട് മാറ്റി അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ 5000 റുപ്പീസ് ഫോർ 2 years. 2 വർഷത്തേക്ക് എത്ര കിട്ടി? 1200 രൂപ. അപ്പൊ ഒരു വർഷം എത്രയായിരിക്കും കിട്ടുന്നത്? 600 രൂപ. അപ്പൊ 600 ഡിവൈഡഡ് ബൈ 5000
into 100. Okay. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വന്നു 68/5 12%. അപ്പോൾ ഓരോന്നും നമുക്ക് കിട്ടി. നോക്കുക, ഒന്നാമത്തെ കേസ് 6%, സെക്കൻഡ് കേസ് 12%, തേർഡ് കേസ് 6%, നെക്സ്റ്റ് കേസ് 18%, ലാസ്റ്റ് കേസ് 12%. ഇതാണ് ഓരോ കേസിലുള്ള പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.